പൗലോസ് പ്രവാചകൻ മൂന്നാമതൊരു സിസ്റ്റം ഉണ്ടാക്കി. അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത്. മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ലെസർ ലൈഫ്, പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല, പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു. ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം. എന്നാൽ കൊളോക്കിയൽ അറബിയിൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും കൊളോക്കിയൽ അറബിയിലാണെങ്കിലും ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. പൈസ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം, നിങ്ങൾ 12 മണിക്കൂർ സൂര്യനുദിച്ച് സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം, ഒന്നും വെള്ളം പോലും അകത്തോട്ട് പോകരുത്, അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു നോമ്പപ്പ, 12 മണിക്കൂർ പട്ടിണി ഇരിക്കുക, പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക, ഇതെന്തൊരു നോമ്പെന്ന്. പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ്, ഗ്രാവിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കും. നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല, കാര്യം ആഹാരം ഇങ്ങോട്ട് എടുത്ത ഉടനെ ആഹാരം പറന്നങ്ങ് പോകും. അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത്, ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം. അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആള് പട്ടിണി കിടന്ന് മരിച്ചു പോകും റോക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി. അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും. കാരണം ഈ ആൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും, ഇവൻ ചാവാൻ പോവാണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം. അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും. ആ പെരിറ്റോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും. എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈം ഊർന്നിറങ്ങും. അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമിനൻ ശരീരത്തിലുണ്ടാവും. 11.5 മണിക്കൂർ പട്ടിണിന്നേ പറ്റുള്ളൂ. അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ 11 മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ ശരിക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസൈംസ് കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ. ശരിക്കും നോമ്പ് നോക്കുന്നൊരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ RCCയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും, നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ. ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ട്, തടയാൻ പറ്റത്തില്ല. അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ, സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും. അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ, ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ തഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ. എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ്. ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട്, നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല. എന്ന് പറഞ്ഞ് മോശം പെണ്ണുങ്ങളുടെ കൂടെ പോയാൽ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും, ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട്, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ്, ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന്. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനൊരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു? ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ്, അത്ഭുതകരമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോമ്പ് നോക്കും. മുസ്ലിമൊന്നുമല്ല, സത്യ ക്രിസ്ത്യാനിയാണ്. എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ്, നല്ല പോലെ റംസാൻ നോമ്പ് നോക്കും. എൻ്റെ അനുജൻ്റെ ഭാര്യ MD ഡോക്ടറാണ്, തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ്, പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററിലൊക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം.
എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 2-3 ദിവസം പിടിച്ചിരിക്കും. 4-ാം ദിവസം ഞാൻ കഴിച്ചു. എന്നെ കൊണ്ട് നിവർത്തിയില്ല. 12 മണിക്കൂർ പട്ടിണി ഇരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട്. അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപിളിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായി മാറ്റം വരുത്തി പ്രവാചകൻ.